സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് സേവനം ചെയ്യാൻ സാധാരണക്കാരിയായ സുഭാഷിണിക്ക് ലഭിച്ചിരിക്കുന്നത് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന സുവർണാവസരം. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പൊയ്യ താണിക്കാട് സ്വദേശിനിയായ സുഭാഷിണിയെയാണ്. ജീവിത പ്രാരാബ്ദങ്ങളുടെ മല്ലിട്ട് തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകയായ സുഭാഷിണിക്ക് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരം. ഇത് സുഭാഷിണി, നിയുക്ത മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകും സുഭാഷിണി രാജീവ്. കുടുംബ പ്രാരബ്ധം മൂലം കരിങ്കല്ല് ചുമടും വീട്ടുജോലിയും ചെയ്തിരുന്ന ഈ യുവതി ആശാ വർക്കർ ആകുന്നതുവരെ ആ ജോലി തന്നെ തുടർന്നു. കുട്ടികളുടെ പഠന ചിലവിനായാണ് ഭർത്താവിനൊപ്പം കരിങ്കല്ല് ചുമക്കുന്ന ജോലിക്ക് പോയത്. പിന്നീട് വീട്ടുജോലിക്കും പോകേണ്ട സാഹചര്യമായിരുന്നു. തുടർന്നാണ് ആശാ വർക്കർ ആകുന്നത്. 25 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായ സുഭാഷിണി രാജീവ് പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാവുകയായിരുന്നു. താണിക്കാട് സ്വദേശി പള്ളിക്കൂട്ടം വീട്ടിൽ രാജീവിന്റെ ഭാര്യയും പുതുക്കാട് അരീക്കാട്ടിൽ വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും അമ്മണിയുടെയും മകളുമാണ് 47കാരിയായ സുഭാഷിണി. അച്ഛനും അമ്മയും ലോട്ടറി വിൽപ്പനക്കാരാണ്. കഴിഞ്ഞ തവണ LDF വിജയിച്ച പൊയ്യ ഡിവിഷനിലാണ് സുഭാഷിണി മത്സരിച്ചത്. 15 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം നേടിയത്. പട്ടികജാതി സംവരണ സീറ്റായ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് വിജയിച്ച് കയറിയത്. തന്റെ വിജയത്തിനൊപ്പം നിന്ന് പ്രവർത്തിച്ചവരോടുള്ള നന്ദി പറയാനും സുഭാഷിണി മറന്നില്ല. ഭർത്താവിൻ്റെ കൂടെ ഞാൻ കരിങ്കല്ല് പണിക്ക് പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ വിദ്യാഭ്യാസമൊക്കെ വന്നപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പോൾ ആളെ കൊണ്ട് തന്നെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആൾക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് ഞാൻ ആളെ കൂടെ കരിങ്കല്ല് പണിക്ക് പോയത്. പിന്നെ ആശാ വർക്കറായി വന്ന് ആശാ വർക്കർക്ക് ഉത്തരവാദിത്വം കൂടിയപ്പോൾ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് പണിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നിർത്തി. പിന്നെ ആശയ്ക്ക് മുന്നൽ നൽകിക്കൊണ്ടാണ് ഞാൻ പിന്നെ പ്രവർത്തിച്ചത്. അതിനിടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഒരു വീട്ടിൽ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ പാർട്ടി സീറ്റ് തന്നു. പൊയ്യ ഡിവിഷൻ കഴിഞ്ഞ പ്രാവശ്യം LDFൻ്റെ സീറ്റായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അതിനാൽ എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് എന്നെ വിജയിപ്പിച്ചതിൽ എനിക്ക് പ്രത്യേകം ഒരു നന്ദിയും കൂടി ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഇനി അതെല്ലാം തൻ്റെ സേവനത്തിലൂടെ നൽകാമെന്നുള്ള സന്തോഷത്തിലാണ് സുഭാഷിണി. കൂടാതെ ഏവരുടെയും സഹകരണവും സുഭാഷിണി പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.